നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മൂന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശിയായ പി ഫദ്വ മരണപ്പെട്ടു. കടലുണ്ടിപ്പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് അമീബിക് വൈറസ് ബാധയേറ്റത്. വഴിക്കടവിൽ ആദിവാസി യുവാവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുഞ്ചക്കൊല്ലി കോളനിയിലെ സുനിലിനെയാണ് വീടിന് പിന്നിലെ ചായപ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊണ്ടോട്ടിയിൽ നഗരമധ്യത്തിലെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ തീപിടുത്തം. ഹജ്ജ് ക്യാമ്പിനോടനുബന്ധിച്ച് കരിപ്പൂർ ഹജ്ജ് ഹൗസിലുണ്ടായിരുന്ന ഫയർഫോഴ്സ് ഉടൻ എത്തിയതിനാൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനായി. പുലർച്ചെയോടെയാണ് തീ പൂർണ്ണമായും അണച്ചത്. MDMAയും തോക്കുമായി യുവാവ് പിടിയിൽ. 72.5 ഗ്രാം MDMAയും 36.5 ഗ്രാം ഹാഷിഷ് ഓയിലും പിസ്റ്റളും 78,500 രൂപയും ഇലക്ട്രോണിക് ത്രാസും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനാവശ്യമായ ഗ്ലാസ് ജാറുമായി തിരൂർ കൂട്ടായി സ്വദേശി കോതപറമ്പ് തൂവക്കാട് വീട്ടിൽ അബ്ദുൽ മുഫഷീറാണ് പോലീസിന്റെ പിടിയിലായത്. മഴ ശക്തമായതോടെ NH പരിസരവാസികളിൽ ദുരിതം കനത്തു. ചേലേമ്പ്ര ഇടിമുഴിക്കലിൽ 3ഇടത്തായി ദേശീയപാതയിലെ കലിങ്കിൽ നിന്ന് മഴവെള്ളം ഒലിച്ചിറങ്ങുന്നത് പരിസരത്തെ വീട്ടുമുറ്റത്തേക്കാണ്. 25ലേറെ വീടുകളുടെ മുറ്റം ചെളിക്കുളമായി. കിണറുകളിലെ വെള്ളം പലയിടത്തും ഉപയോഗശൂന്യമായി. മലയോര ഹൈവേ വെള്ളത്തിനടിയിലായി. നിർമ്മാണത്തിലിരിക്കുന്ന കാളിക്കാവ് പൂക്കോട്ടുംപാടം ഭാഗമാണ് പൂർണ്ണമായും വെള്ളം മൂടിയിട്ടുള്ളത്. തിങ്കളാഴ്ച മലയോരത്ത് പെയ്ത തുള്ളിമുറിയാത്ത മഴയിൽ റോഡും അരികും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും റോഡ് പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം അസിസ്റ്റന്റ് കളക്ടറായി VM ആര്യ ചുമതലയേറ്റു. 2023 IAS ബാച്ചിൽ ഉൾപ്പെട്ട ആര്യ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട്. കളക്ടർ VR വിനോദിന്റെ മുമ്പാകെയാണ് അസിസ്റ്റന്റ് കളക്ടർ ചുമതലയേറ്റത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ രാജീവ് അമർ രഹേഗ എന്ന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ച് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി അസീസ് ശീരാൻതൊടി ഉദ്ഘാടനം ചെയ്തു. മരണത്തിന് 11 നാൾ മുൻപ് മെയ് 10 മഞ്ചേരിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യാനെത്തിയിരുന്നു. എടവണ്ണയിൽ ശുചിത്വ പരിശോധന തുടങ്ങി. വാർഡ് തല ശുചിത്വ സമിതികളുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വരോഗ പ്രതിരോധ നടപടികൾ തുടങ്ങി. പഞ്ചായത്തിൽ ചേർന്ന യോഗ നടപടികളുടെ ഭാഗമായാണ് പരിശോധന കർശനമാക്കിയത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.